അയൽ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് മുകളിലുള്ള കസ്റ്റംസ് തീരുവയിൽ ഒരു സുപ്രധാന തീരുമാനം കൈക്കൊണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ ഇൻഡെക്സിൽ മികച്ച റിക്കവറി കാണാൻ സാധിച്ചു. തുടക്കത്തിൽ 1.5% ഇടിഞ്ഞ് ട്രേഡ് ചെയ്തിരുന്ന ഡോ ജോൺസ് എന്ന ഇൻഡെക്സ് ക്ലോസിംഗ് ബേസിസിൽ നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും 0.28% നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ബോട്ടം ലെവലിൽ നിന്നും മികച്ച റിക്കവറി വന്നു. S&P, നാസ്ഡാക്ക് എന്നീ ഇൻഡെക്സുകളും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും ബോട്ടം സൈഡിൽ നിന്നും മികച്ച റിക്കവറി വന്നു. ഇത് ഇന്ത്യൻ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെയും സംബന്ധിച്ച ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കാനഡ, മെക്സിക്കോ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടിന് മുകളിൽ ഇറക്കുമതി തീരുവ അമേരിക്ക ഉയർത്തിയിരുന്നു. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് മുകളിൽ 25%, ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് മുകളിൽ 10% താരിഫാണ് അമേരിക്ക ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ തീരുമാനത്തിൽ മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മുകളിലുള്ള 25% ലെവി എന്ന തീരുമാനം താൽക്കാലികമായി ഹോൾഡ് ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ മികച്ച ബൈയിങ് വന്നത്. മെക്സിക്കൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും നടത്തിയ ചർച്ചയിൽ മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ് ബോർഡറിൽ 10,000-ലധികം മെക്സിക്കൻ സോൾജേഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്ന കാര്യത്തിൽ ധാരണയിലെത്തി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മുകളിൽ ഏർപ്പെടുത്തേണ്ട ലെവി എന്ന തീരുമാനത്തിൽ ഒരു ഹോൾഡ് പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ മികച്ച റിക്കവറി വന്നത്. ഇത് വരും ദിവസങ്ങളിൽ കാനഡയിലും ആപ്ലിക്കബിൾ ആയേക്കും. അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു താരിഫ് ട്രേഡ് വാർ എന്ന പിരിമുറുക്കത്തിൽ നിന്നും മാർക്കറ്റ് റിക്കവർ ആകുന്നു എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് നൽകിയത്. സെക്ടോറിയൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കൺസപ്ഷൻ സെക്ടറിലും ഹെൽത്ത് കെയർ സെക്ടറിലും മികച്ച ബൈയിങ് കാണാൻ സാധിച്ചു. കൺസപ്ഷൻ സെക്ടർ 0.5%, ഹെൽത്ത് കെയർ സെക്ടർ 0.4% ഉയർന്നപ്പോൾ IT സെക്ടറിലും കൺസ്യൂമർ ഡിസ്ക്രിഷണറി സെക്ടറിലും 1.2%, 1.4% ഇടിവ് വന്നു. ഇപ്രാവശ്യത്തെ ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റിൽ ആവറേജ് കസ്റ്റം ഡ്യൂട്ടി റേറ്റ് 11.65%-ൽ നിന്നും 10.6%-ലേക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസിൽ വളരെയധികം ഗുണം ചെയ്യുമെന്ന് CBIC ചെയർമാൻ അഭിപ്രായപ്പെട്ടതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തീമിൽ നിന്നും കൺസപ്ഷൻ തീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ GDP ഗ്രോത്തിലും ഗണ്യമായ വർധനവുണ്ടായേക്കുമെന്ന് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ചെയർമാൻ അവകാശപ്പെട്ടതും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ സൈഡിൽ നിന്നുള്ള കമൻട്രിയും കൺസപ്ഷൻ സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇവിടെ കൺസപ്ഷൻ സെക്ടറിൽ വരുന്ന ബൂസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് 9% വരെ ഉയരാൻ സാധ്യതയുണ്ട്. അതായത് ആക്ച്വൽ എസ്റ്റിമേഷൻ്റെ 2.7% ഓവർ എസ്റ്റിമേഷനിലേക്ക് GDP ഗ്രോത്ത് വളർന്നേക്കും എന്നാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സെക്ടറിൽ നിന്നും കൺസപ്ഷൻ സെക്ടറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് FMCG സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു ബൈയിങ് മൊമെൻറ്റത്തിന് കാരണമായേക്കും. കാരണം ഒട്ടുമിക്ക FMCG സെക്ടറിലെ സ്റ്റോക്കുകളും ഇപ്പോൾ ഒരു സ്ലോ ഡൗൺ പ്രോസസ്സിലാണ്. ഇവിടെ നിന്നും ഡിമാൻഡ് റിക്കവറി വരാനും FMCG സെക്ടറിലെ സ്റ്റോക്കുകൾ പെർഫോം ചെയ്യാനും സാധ്യതയുണ്ട്. അതേസമയം അഫോർഡബിളും എസെൻഷ്യലുമായ പ്രോഡക്റ്റുകൾക്ക് പകരം നോൺ എസെൻഷ്യലും അതേസമയം ഹൈലി ഡിസറബിളുമായിട്ടുള്ള പ്രോഡക്റ്റുകളിലായിരിക്കും ഇപ്രാവശ്യം ബൈയിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ സെക്ടറിലെ സ്റ്റോക്കുകളിലായിരിക്കും ഡീസൻറ്റ് ബൈയിങ് വരിക എന്നാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റീസെൻ്റ്ലി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മോത്തിലാൽ ഒസ്വാൾ, ട്രെൻഡ്, ടൈറ്റാൻ തുടങ്ങിയ ചില സ്റ്റോക്കുകളെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ട്രെൻഡ് 2025 വർഷത്തിൽ അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. 13% ഡിസ്കൗണ്ടിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം 100%-ലധികം റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ചാൽ, അതായത് ഡിസ്ക്രിഷണറി സ്പെൻഡിങ് നോൺ എസെൻഷ്യൽ ആൻഡ് ഹൈലി ഡിസറബിൾ സെക്ടറിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു തീമിൻ്റെ ബെനിഫിറ്റ് ട്രെൻഡ് എന്ന സ്റ്റോക്കിന് ലഭിച്ചേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മോത്തിലാൽ ഒസ്വാൾ 8,310 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റോക്ക് ടൈറ്റാനാണ്.
ജ്വല്ലറിക്ക് മുകളിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി 25% നിന്നും 20% കുറച്ചത് ജ്വല്ലറി സെക്ടറിൽ ഒരു ബൂസ്റ്റിന് കാരണമായേക്കും. കൂടാതെ ജിയോപൊളിറ്റിക്കൽ ടെൻഷൻ്റെ പശ്ചാത്തലത്തിൽ ഗോൾഡിൻ്റെ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന വർധനവും ടൈറ്റാന് അനുകൂലമായി പ്രവർത്തിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മോത്തിലാൽ ഒസ്വാൾ, PLC, ആൻറ്റിക് സ്റ്റോക്ക് തുടങ്ങിയ ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന്, അതായത് ടൈറ്റാൻ എന്ന സ്റ്റോക്കിനും ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട്. 3882 രൂപയുടെയും 4598 രൂപയുടെയും ടാർഗറ്റാണ് ടൈറ്റാനിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസികൾ നൽകുന്നത്. ഇവിടെ കൺസപ്ഷൻ സെക്ടറിൽ തന്നെ പ്രത്യേകിച്ചും PLI സ്കീമിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനികളും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. ICICI സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വൈറ്റ് ഗുഡ്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ പ്രത്യേകിച്ചും എയർ കണ്ടീഷണർ, ഡിഷ് വാഷേഴ്സ് തുടങ്ങിയ പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് വർദ്ധിച്ചേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സെക്ടറിലെ സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. വേൾപൂൾ എന്ന സ്റ്റോക്ക് വൈറ്റ് ഗുഡ്സ് കാറ്റഗറിയിൽ ലഭിക്കുന്നതും ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമായ ഒരു സ്റ്റോക്കാണ്. അതേസമയം കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് 20% സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വേൾപൂൾ എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നത് ഒരു റിസ്കി തീരുമാനമായിട്ടാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഈ സെക്ടറിൽ മികച്ച ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളതും ഡീസൻറ്റ് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതുമായ ഒരു സ്റ്റോക്ക് വോൾട്ടാസ് ആണ്. വോൾട്ടാസിൻ്റെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും 1280 എന്ന സ്ട്രോങ് സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്കിൽ ബൈയിങ് ആരംഭിച്ചു കഴിഞ്ഞു. സമ്മർ സീസണിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനും AC-യുടെ സെയിൽസ് ഉയരാനും സാധ്യതയുള്ളതുകൊണ്ട് വോൾട്ടാസ് എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. 1500 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ഹൈയായ 1900, 2000 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. ഇനി ഈ സെക്ടറിൽ, അതായത് FMCG സെക്ടറിൽ പ്രത്യേകിച്ചും നോൺ എസെൻഷ്യൽ ഹൈലി ഡിസറബിൾ പ്രൊഡക്റ്റുകളുടെ സെയിൽസ് വർദ്ധിക്കുകയാണെങ്കിൽ അത് ബജാജ് ഫിനാൻസ് പോലുള്ള കമ്പനികളുടെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചേക്കും. ഇവിടെ ബഡ്ജറ്റ് തന്നെ കൺസപ്ഷൻ തീം ഓറിയൻറ്റഡ് ആയതുകൊണ്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ബജാജ് ഫിനാൻസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 6% ഉയരുകയും ഓൾ ടൈം ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. NBFC സെക്ടറിലെ ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് മികച്ചതാണ്. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 18% വർദ്ധിക്കുകയും കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 3639 കോടിയിൽ നിന്നും 4308 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 23% വർധനവുണ്ടായി 7685 കോടിയിൽ നിന്നും 9382 കോടിയിലേക്ക് ഉയർന്നു. കൂടാതെ ന്യൂ ലോൺ ബുക്ക് 9.86 മില്യണിൽ നിന്നും 12.06 മില്യണിലേക്ക് ഉയരുകയും കസ്റ്റമർ ഫ്രാഞ്ചൈസി 80.41 മില്യണിൽ നിന്നും 97.12 മില്യണിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. അതേസമയം ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് ഏകദേശം റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 8000 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം വരികയും ചെയ്തു. ഇനി 8666, 8800 തുടങ്ങിയ 2 റെസിസ്റ്റൻസുകളാണ് സ്റ്റോക്കിന് മുന്നിലുള്ളത്. അതേസമയം 7900, 8000, 7820 തുടങ്ങിയവ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. 8800 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് 8000, 7900 തുടങ്ങിയ സപ്പോർട്ടിനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് റീടെസ്റ്റ് ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. 7820 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.